ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച PV അൻവർ ഉടൻ മുഖ്യമന്ത്രിയെ കാണും. എന്തായിരിക്കും അൻവർ മുഖ്യമന്ത്രിയോട് പറയുക എന്ന ഉദ്വേഗത്തിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ മാധ്യമങ്ങളെ കണ്ടേക്കും. വിവരങ്ങളുമായി അമൽ തേനംപറമ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കാൻ CPM ഒരുങ്ങുകയാണ്. ശശിക്ക് നേരെ CPM-ൽ പുകയുന്ന അതൃപ്തിയാണ് ആരോപണങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നാണ് സൂചന. ശശിയെ വെട്ടാനാണോ മുന്നറിയിപ്പ് നൽകാനാണോ ലക്ഷ്യമെന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അതിന്റെ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് AK സ്റ്റെഫൻ നമുക്ക് നൽകും. ആദ്യം അമലിലേക്കാണ്. അമൽ, 2 ദിവസം 2 വാർത്താ സമ്മേളനങ്ങൾ, PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ കോളിളക്കമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ, സർക്കാരിൽ, പാർട്ടിയിൽ, പോലീസിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു, മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ്, അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്ത് പറയും? തെളിവുകൾ കൈമാറുമോ? PV അൻവർ എന്തായാലും മുഖ്യമന്ത്രിയെ കാണാനായി എത്തുകയാണ്. 12 മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് PV അൻവർ അറിയിക്കുന്നത്. പക്ഷേ കണ്ടിട്ട് എന്തു പറയാനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ പറയുന്ന PV അൻവർ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഓഫീസാണ്. ADGP MR അജിത് കുമാർ ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ MR അജിത് കുമാറിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന P ശശി അടക്കമുള്ളവരുള്ള ഓഫീസാണ്. അവരിപ്പോഴും അവിടെ തന്നെയുണ്ട്, അധികാര കേന്ദ്രമായി. അവിടേക്ക് എത്തി എന്ത് പറയും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഈ പുറത്തേക്ക് വെളിപ്പെടുത്തിയതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദാംശങ്ങൾ തൻ്റെ കയ്യിൽ MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും ഒക്കെ ഉണ്ട്. അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറും എന്നുള്ളതാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. നിലവിൽ എന്തായാലും MLA ഹോസ്റ്റലിലാണ് PV അൻവർ ഉള്ളത്. അൻവറിന്റെ പരാതിയോട് മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പരാതി പറഞ്ഞിട്ടെന്ത് കാര്യം എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ക്രമസമാധാന പരിപാലനവും ഇവിടെ വേണ്ട എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. സ്വാഭാവികമായും MR അജിത് കുമാർ ആ പദവിയിൽ തുടരുകയാണ്, P ശശി ആ പദവിയിൽ തുടരുകയാണ്. സുജിത്തിന് SP ആയിരുന്നു. സുജിത്തിന് ഒരു ട്രാൻസ്ഫർ എന്നതിനപ്പുറത്തേക്ക് കടുത്ത നടപടികളിലേക്ക് അവിടെയും പോകുന്നില്ല. പിന്നീട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്തടിസ്ഥാനം, അല്ലെങ്കിൽ ആ അന്വേഷണം എവിടെ എത്തി നിൽക്കും എന്നുള്ള ചോദ്യം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ആര്യയുടെ മേലുദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും ഒരു പരാതി അവർക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതി അന്വേഷിക്കാൻ ആര്യയെ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയേണ്ടി വരും. ഇവർക്കൊക്കെ എത്രയോ മുകളിലുള്ളൊരു ഉദ്യോഗസ്ഥനെയാണ് അവർക്കെതിരെയുള്ള ഒരു അന്വേഷണമാണ്, ADGPക്കെതിരെയുള്ള അന്വേഷണമാണ്. ഇത് അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെയാണ്. അതിന് മുകളിൽ DGP ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും DGPക്ക് മുകളിലുള്ള സൂപ്പർ DGP ചമയുന്നയാളാണ് MR അജിത് കുമാർ എന്നുള്ളതാണ് വിമർശനം. അപ്പോൾ പിന്നെ ആ സൂപ്പർ DGP ചമയുന്നയാൾ സാധാരണ ഒരു പാവപ്പെട്ട DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തെ എങ്ങനെ കാണും എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നിലവിൽ എന്തായാലും അൻവറിന്റെ പരാതിക്ക് എന്തെങ്കിലും കാര്യമുണ്ടാകും, ഈ കൂടിക്കാഴ്ചയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ഇന്ന് നേരത്തെ ആര്യ ദൃശ്യങ്ങളിൽ പറഞ്ഞു കാണിച്ച ആ ഒരു ഫോട്ടോയുണ്ട്, ശിവപ്രസാദ് ഇന്നലെ എടുത്തൊരു ഫോട്ടോ. ആ ഫോട്ടോയ്ക്ക് 1000 മാനങ്ങളല്ല, അതിനപ്പുറത്തും മാനങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. ആ ഫോട്ടോയിലെ രണ്ടുപേരുടെയും നിൽപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാം. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ DGPയും ADGPയും പങ്കെടുക്കുകയാണ്. ഓൺലൈനായിട്ടാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നത്. MR അജിത് കുമാർ പോലീസ് ആസ്ഥാനത്ത് നിന്നും പങ്കെടുക്കുകയാണ്. അതായത് ആർക്കെതിരെയാണോ അന്വേഷണം, ആ അന്വേഷണം നയിക്കുന്ന ആളും അന്വേഷണ ആരോപണ വിധേയനായ വ്യക്തിയും കൂടി ചേർന്ന് ഇപ്പോൾ ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. അൻവർ മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ്. അതിനു മുൻപാണ് ഈ ഒരു യോഗം ചേർന്നിരിക്കുന്നത്.